നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലേഷ്യയിൽ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഈ വർഷം ഓഗസ്റ്റ് മാസം സർക്കാർ നടപ്പിലാക്കിയ B4G അഥവാ പൊതുമാപ്പ് ഡിസംബർ 31 അവസാനിക്കാനിരിക്കെ പിടിയിലായ മലയാളികളടക്കമുള്ള നിരവധി ഇന്ത്യക്കാർ ഇപ്പോഴും തടങ്കലിലാണ്. ഏജന്റുമാർ സന്ദർശക വിസ നൽകി കബളിപ്പിക്കുന്നവരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. സാധുതയില്ലാത്ത വിസയിൽ ജോലി ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും 2.5 മാസത്തോളമായി അവർ രാജ്യം വിടാനുള്ള ഔട്ട് പാസിനു വേണ്ടി പല ജയിലുകളിലും കാത്തിരിപ്പ് തുടരുകയാണ്. മലേഷ്യയിലെത്തി തട്ടിപ്പ് മനസ്സിലാക്കുന്നവരുടെ ഏജന്റുമാർക്ക് നൽകിയ വൻ തുക ബാധ്യതയാവുന്ന യുവാക്കൾ ഒറിജിനൽ പാസ്പോർട്ട് ഏതെങ്കിലും ലോക്കൽ ഏജന്റുമാർക്ക് നൽകി അവർക്ക് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി നോക്കുമ്പോഴാണ് മിക്കവരും പിടിക്കപ്പെട്ടത്. 1 മാസത്തിലധികം നീളുന്ന ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ടിക്കറ്റ് എടുത്തു നൽകിയാൽ ഇത്തരക്കാർക്ക് നാട്ടിലെത്താനാകും. പാസ്പോർട്ട് പല ഏജന്റുമാരുടെയും കൈവശമായതിനാൽ ഔട്ട് പാസ് നൽകാൻ ഇന്ത്യൻ എംബസി തന്നെ കനിയണം. പല ജയിലുകളിലും ഔട്ട് പാസിനായി നാളുകൾ എണ്ണിയാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ ഉള്ളത്. ഈയിടെ ഒരു കൂട്ടം മലയാളികൾ ഇടപെട്ട് നാട്ടിലെത്തിച്ച തൃശൂർ സ്വദേശിയായ 22 വയസ്സുകാരന്റെ ജയിൽ അനുഭവം ഞെട്ടിക്കുന്നതാണ്. 2 ലക്ഷത്തോളം രൂപ ഏജന്റിന് നൽകി സന്ദർശ വിസ നൽകി കബളിക്കപ്പെട്ട യുവാവിന് എമിഗ്രേഷൻ അധികൃതർ പിടികൂടി ജയിലിൽ അടയ്ക്കുകയായിരുന്നു. അയാൾ കഴിഞ്ഞിരുന്ന തടങ്കലിൽ മാത്രം 30ഓളം ഇന്ത്യക്കാരാണ് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഔട്ട് പാസിനും വേണ്ടി 2.5 മാസമായി കാത്തിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളുടെയും എംബസി ഉദ്യോഗസ്ഥർ അവിടെ എത്തി തടങ്കലിൽ കഴിയുന്ന സ്വന്തം രാജ്യക്കാരുടെ കണക്കെടുത്ത് ഔട്ട് പാസിനായി നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്നും നാളിതുവരെ ആരും അന്വേഷിച്ചിട്ട് പോലുമില്ലെന്നാണ് യുവാവിന്റെ പരാതിയുള്ളത്. ആ യുവാവ് കഴിഞ്ഞിരുന്ന ജോഹർ സ്റ്റേറ്റിലെ പെക്കൻ നാനാസ് എന്ന ജയിലിൽ മാത്രം അവസ്ഥയാണിത്. മലേഷ്യയിലെ മൊത്തം ജയിലുകളിലും ഔട്ട് പാസിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ കണക്കെടുത്താൽ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരമായിരിക്കും പുറത്തുവരിക. ഇത്തരത്തിൽ എംബസിയുടെ കനിവ് തേടി കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ അധികൃതർ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. മലേഷ്യയിലെ എല്ലാ ജയിലുകളിലെയും തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ കണക്കെടുത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് ഔട്ട് പാസ് ലഭ്യമാക്കാനുള്ള നടപടി മലേഷ്യയിൽ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം പ്രവാസി മലയാളികൾ. വിവരങ്ങൾ ശേഖരിച്ചു നൽകിയാലും എംബസി ഉദ്യോഗസ്ഥർ കനിയുമോ എന്ന ആശങ്കയും അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.